താമരശ്ശേരി ഇരിങ്ങാലക്കുഴയിലെ ഷിബിലയെ ഭർത്താവ് യാസർ അതിക്രൂരമായി കുത്തിക്കൊലപ്പെടുത്തിയത് നോമ്പു തുറക്കുന്ന സമയത്ത്. ചൊവ്വാഴ്ച രാത്രി 7 മണിയോടെ നടന്ന ഈ സംഭവം ലഹരിയുടെ കരാളഹസ്തം ഒരു കുടുംബത്തെ എങ്ങനെ തകർക്കുന്നു എന്നതിന്റെ ഭീകരമായ ഉദാഹരണമായി മാറുകയാണ്. 3 വയസ്സുകാരിയായ മകൾ ഇഷ്വ എറിന്റെ മുന്നിൽ വെച്ചാണ് യാസർ ഈ ഹീനകൃത്യം ചെയ്തത് എന്നത് ഈ ഒരു ദുരന്തത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നു. ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം യാസർ ഷിബിലയുടെ മാതാപിതാക്കളെയും ആക്രമിച്ചു. ഷിബിലയെ കൊലപ്പെടുത്തിയ ശേഷം രക്ഷപ്പെട്ട യാസറിനെ പോലീസ് മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി പരിസരത്തു നിന്നാണ് യാസർ പോലീസിന്റെ പിടിയിലായത്. ഗുരുതരമായി പരിക്കേറ്റ ഷിബിലയുടെ പിതാവ് അബ്ദുൾ റഹ്മാൻ, മാതാവ് ഹസീന എന്നിവരും ഇതേ ആശുപത്രിയിൽ ചികിത്സയിലാണ്. താമരശ്ശേരി പോലീസ് നൽകിയ വിവരത്തെ തുടർന്ന് മെഡിക്കൽ കോളേജ് പോലീസ് അർദ്ധരാത്രിയോടെ യാസറിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പോലീസ് എത്തുമ്പോൾ യാസർ ഭാര്യ മരിച്ച കാഷ്വാലിറ്റി വാർഡിന് സമീപം റോഡരികിൽ നിർത്തിയിട്ട മാരുതി ആൾട്ടോ കാറിലായിരുന്നു ഉണ്ടായിരുന്നത്. സ്റ്റേഷൻ ഹൗസ് ഓഫീസർ PK ജിജീഷിന്റെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ കോളേജ് പോലീസ് ഷിബിലയുടെ ബന്ധുക്കളെയും പുതുപ്പാടി സ്വദേശികളെയും വിവരമറിയിച്ച് യാസറിനെ തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തുടർന്ന് യാസറിനെ താമരശ്ശേരി പോലീസിന് കൈമാറി. കൊലപാതക കേസിൽ താമരശ്ശേരി SHO A സായൂജ് കുമാറിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ വിശദമായ അന്വേഷണം പുരോഗമിക്കുന്നത്. ലഹരിയുടെ ദുരന്തം. യാസറിന്റെ അമിതമായ ലഹരി ഉപയോഗമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വിവാഹത്തിന് മുൻപേ യാസർ ലഹരിക്ക് അടിമയായിരുന്നുവെന്നും ഷിബിലയുടെ ബന്ധുക്കൾ വെളിപ്പെടുത്തുന്നു. ഈ കാരണത്താൽ തന്നെയായിരുന്നു ഷിബിലയുടെ കുടുംബം ഈ വിവാഹത്തെ ശക്തമായി എതിർത്തത്. യാസറിന്റെ നിരന്തരമായ ലഹരി ഉപയോഗവും അതിന്റെ ഫലമായുള്ള പീഡനവും സഹിക്കാൻ വയ്യാതെയാണ് ഷിബില 1 മാസം മുൻപ് സ്വന്തം വീട്ടിലേക്ക് താമസം മാറിയത്. കുഞ്ഞിന്റെ മുമ്പിൽ അമ്മയുടെ ദാരുണാന്ത്യം. നോമ്പു തുറക്കുന്ന സമയത്താണ് യാസർ ഷിബിലയുടെ വീട്ടിലെത്തിയത്. എല്ലാവരും ഒത്തുകൂടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ യാസർ ഷിബിലയുടെ കഴുത്തിലേക്ക് കത്തി കുത്തിയിറക്കുകയായിരുന്നു. വെറും 3 വയസ്സ് മാത്രം പ്രായമുള്ള മകൾ ഇഷ്വ എറിന്റെ മുന്നിൽ വെച്ചാണ് യാസർ ഈ ക്രൂരകൃത്യം ചെയ്തത്. അതിക്രമണം തടയാൻ ശ്രമിച്ച ഷിബിലയുടെ പിതാവിനെയും മാതാവിനെയും പരിക്കേറ്റതും ഈ കുഞ്ഞിന്റെ മുൻപിൽ തന്നെയാണ്. സ്വന്തം അമ്മയുടെ ദാരുണാന്ത്യം ഒരു കുഞ്ഞിന് എത്രത്തോളം ആഘാതം ഉണ്ടാക്കുമെന്നത് ചിന്തിക്കാൻ പോലും കഴിയുന്നതിനും അപ്പുറമാണ്. പെരുന്നാൾ വസ്ത്രവുമായി എത്തിയത് ആയുധവുമായി. 3 വയസ്സുകാരി മകൾക്ക് പെരുന്നാൾ വസ്ത്രവുമായി വരാമെന്ന് കള്ളം പറഞ്ഞാണ് യാസർ ഷിബിലയുടെ വീട്ടിലെത്തിയത്. എന്നാൽ യാഥാർത്ഥ്യത്തിൽ അയാൾ എത്തിയത് ഭാര്യയെ നിഷ്ക്രൂരമായി കൊലപ്പെടുത്താനുള്ള ആയുധവുമായാണ്. ഷിബിലയും യാസറും തമ്മിലുള്ള കുടുംബ വഴക്ക് പരിഹരിക്കാൻ നാട്ടിലെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഇടപെട്ടിരുന്നു. ഇതിന്റെ ഭാഗമായി ഷിബിലയുടെ SSLC സർട്ടിഫിക്കറ്റും ആധാർ കാർഡും കൈമാറാൻ യാസർ സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ പാർട്ടി നേതാക്കൾക്ക് കൈമാറാൻ എന്നേറ്റ രേഖകൾ യാസർ അവരറിയാതെ ഷിബിലയുടെ വീട്ടിലെത്തി കൈമാറുകയായിരുന്നു. ഇതിനുശേഷം വൈകുന്നേരം 6:30യോടെ വീണ്ടും എത്തിയ യാസർ ഈ അരുൺ കൊല നടത്തിയത്. ഷിബിലയെ കൊലപ്പെടുത്തും മുമ്പ് യാസർ വാട്സപ്പിലൂടെ അടക്കം ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും പറയുന്നു. ഇത് സംബന്ധിച്ച് ഷിബിലയുടെ വീട്ടുകാർ താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഈ വർഷം ഫെബ്രുവരി 28-ന് തന്നെ പരാതി നൽകിയിരുന്നു. എന്നാൽ പോലീസ് ഈ വിഷയത്തിൽ കാര്യമായ നടപടി സ്വീകരിച്ചില്ലെന്ന് ഷിബിലയുടെ കുടുംബം ആരോപിക്കുന്നു. കൊലപാതകം നടന്നതിന് ശേഷം കാറിൽ തിരിച്ചുപോയ യാസർ പൂനൂരിലെത്തി പെട്രോൾ അടിക്കുകയും പണം നൽകാതെ അവിടെ നിന്നും രക്ഷപ്പെടുകയും ചെയ്തതായി ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 4.5 വർഷം മുൻപാണ് ഷിബിലയും യാസറും പ്രണയിച്ച് വിവാഹം കഴിച്ചത്. ആദ്യം വീട്ടുകാരുടെ എതിർപ്പ് ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ഷിബിലയുടെ നിർബന്ധ പ്രകാരമാണ് വീട്ടുകാർ ഈ ബന്ധത്തിന് സമ്മതം മൂളിയത്. എന്നാൽ വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകൾ മുതൽ ഇരുവർക്കും ഇടയിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തു. ഷിബിലയുടെ സ്വർണ്ണാഭരണങ്ങളെല്ലാം വിറ്റ് യാസർ ലഹരി ഉപയോഗത്തിനായി പണം ചെലവഴിക്കുമെന്നും ആരോപണം. മറ്റൊരു കൊലക്കേസിലെ പ്രതിയുമായുള്ള സൗഹൃദം. അടുത്തിടെ താമരശ്ശേരി മാതാവിനെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ ആഷിഖ് അഷ്റഫുമായി യാസറിന് അടുത്ത സൗഹൃദമുണ്ടായിരുന്നുവെന്ന് ഞെട്ടിക്കുന്ന വിവരമാണ്. ഇരുവരും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലുള്ള ഷിബിലയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബുധനാഴ്ച ബന്ധുക്കൾക്ക് വിട്ടു നൽകും.